ഗൈസ്, ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് കേരളത്തിലല്ല. എനിക്ക് തോന്നുന്നില്ല അത് കേരളത്തിലാണെന്ന്. ആൾക്കാരെയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അത് കേരളത്തിലാണ്. കേരളത്തിൽ ഇത്രയും ആം, ഈ ഒരു ലെവലിലുള്ള ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സംഭവം ഇതിങ്ങനെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഇവിടെ ഉള്ളവരുണ്ട്, ഇവിടെ ഷെയർ ഫ്രണ്ട്സ് ഉണ്ട്. അവർ അവർക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ്. അവരിങ്ങനെ ഇതിപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ വീഡിയോസൊന്നും ആരും കാണില്ല എന്ന്. അപ്പോഴെനിക്ക് എനിക്ക് മനസ്സിലായി നമ്മുടെ ആൾക്കാരുടെ വീഡിയോസും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമെന്നുള്ളത്. അപ്പോൾ അതൊരു ബോട്ടിലാണെന്നുള്ളൊരു സംഭവം അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങനെ ഒരാൾ കാണിച്ചത്, ആ ആൾ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നതൊക്കെ മലയാളമാണല്ലോ. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവർ ഈ മലയാളം നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം എന്തോ ഒരു സംഭവം ഞാൻ ഏതോ ഒരു പേപ്പറിൽ എന്തോ മലയാളത്തിൽ എഴുതിയതിൻ്റെ ഒരു പേപ്പറിൽ ഇരിക്കുന്നത് കണ്ടിട്ട് അവരത് നമ്മുടെ ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്തായാലും കൊള്ളാം. ഈ സംഭവം അവരിങ്ങനെ കണ്ടിട്ട് നിൻ്റെ നാട്ടിലാണോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ നാട്ടിലല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് തല ഊരി. എന്നാലും നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് വൃത്തിയാക്കി കൊടുക്കണേ. ആൾക്കാർക്ക് കയറി വാങ്ങിക്കാനായിട്ടൊക്കെ ഉള്ള സൗകര്യമൊക്കെ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭമുള്ള സംഭവം ഇത് തന്നെയാണ്. ലാഭം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭം ഏതായാലും വെച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ. പിന്നെ പറയുമ്പോൾ എന്തൊക്കെയോ നഷ്ടമുണ്ടെന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നില്ല ഇതിനകത്തൊന്നും നഷ്ടമുണ്ടെന്ന്. ഇഷ്ടം പോലെ കച്ചവടം നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് ആരെങ്കിലും തട്ടിച്ചോണ്ടോ വെട്ടിച്ചോണ്ടോ പോകുന്നുണ്ടാവും. അങ്ങനെ ആരെങ്കിലും തട്ടിച്ചോ വെട്ടിച്ചോ പോകുന്നുണ്ടെങ്കിൽ ആദ്യം ആ പരിപാടി നിർത്തിക്കണം. നല്ല കാര്യമല്ലയോ? നമുക്ക് സർക്കാരിന് ലാഭം ഉണ്ടാകണമെന്നേ എനിക്ക് അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാരിന് ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് തന്നെയല്ല അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുന്നത്. അതിനിപ്പോൾ കള്ളിൻ്റെ പേരിലല്ല എന്തായാലും ആളുകൾ കുടി നിർത്താൻ പോകുന്നില്ല. അപ്പം നല്ല സൗകര്യമുള്ള ബാറുകൾ, അല്ല ബാറുകൾ പോട്ടെ, ഈ പറഞ്ഞ ഔട്ട്ലെറ്റുകളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യങ്ങളും അവിടെ ഇച്ചിരി പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം റെഡിയാക്കി കൊടുക്കേ. അപ്പം പരിപാടി നല്ല ആഘോഷമായിട്ട് അങ്ങ് നടക്കട്ടെ. എന്തായാലും ഇങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, തല കയറി പോകുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി ഇച്ചിരി വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കഴിഞ്ഞ ഇടയ്ക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഒരു ചേട്ടൻ നടക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് അതെന്തായിരുന്നു, പുള്ളിയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സങ്കടം ഇത്രയേ ഉള്ളായിരുന്നു. അതായത് പുള്ളി മുട്ടറ്റം വെള്ളത്തിൽ നടന്ന് കയ്യിലൊരു കുപ്പിയുമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ്റെ സങ്കടം ഇത്രയേ ഉള്ളായിരുന്നു. ഇവിടുത്തെ ബിവറേജ് ഔട്ട്ലെറ്റിലോട്ടുള്ള പാലം റെഡിയല്ലെന്നോ അങ്ങോട്ട് കയറാൻ ബുദ്ധിമുട്ടാണെന്നോ എന്തൊക്കെയുള്ളൊരു സങ്കടമുള്ളായിരുന്നു. അപ്പോൾ നിസ്സാരമായ ആഗ്രഹങ്ങളൊക്കെ ഉള്ള മനുഷ്യർ ഒരുപാട് പേരുണ്ട്. അതിൽപ്പെടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശരിയാക്കി കൊടുക്കണം കേട്ടോ സാറുമാരെ. എന്നാൽ ശരിയെന്നാൽ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ.